ഹായ് വെൽക്കം ബാക്ക്. ഷോമിയുടെ രണ്ട് സ്മാർട്ട് ഫോണുകൾ അൺവീൽ ചെയ്തിട്ടുണ്ട്. ഷോമി 12 സീരീസിൽ വരുന്ന 12T അതുപോലെ തന്നെ ഷോമി 12T Pro എന്നീ രണ്ട് ഡിവൈസുകളാണ് ഇപ്പോൾ അൺവീൽ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ഫ്ലാഗ്ഷിപ്പ് സെഗ്മെൻറ്റിൽ വരുന്ന രണ്ട് ഡിവൈസുകളാണിത്. എന്തായാലും ഈ രണ്ട് സ്മാർട്ട് ഫോണുകളുടെ സ്പെസിഫിക്കേഷൻസും മറ്റ് ഡീറ്റെയിൽസുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്പ്ലേയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഡിസ്പ്ലേയിലേക്ക് വരുന്ന സമയത്ത് രണ്ട് ഡിവൈസുകളിലും സെയിം ഡിസ്പ്ലേ ആണ് വരുന്നത്. 6.67 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ്. ഈ ഒരു ഡിവൈസിൽ ഒരു ആംബുലറ്റ് പാനലാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഫുൾ HD കൂടുതൽ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. സ്ക്രീൻ റെസൊല്യൂഷൻ വരുന്നത് 1220x2712 പിക്സൽസ് ആണ്. അതുപോലെ തന്നെ 446 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റിയും ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേയിൽ നൽകിയിട്ടുണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ HDR 10% സപ്പോർട്ടും അവൈലബിൾ ആണ്. പ്രോ മോഡലിൽ ഡോൾബി വിഷൻ കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രൊട്ടക്ഷൻ്റെ ഭാഗത്ത് രണ്ട് ഡിവൈസുകളിലും ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനാണ് വരുന്നത്. ആൻഡ് ഷോമി 12T എന്ന ഡിവൈസ് ഏകദേശം 202 ഗ്രാംസും പ്രോ മോഡൽ 205 ഗ്രാംസുമാണ് ബോഡി വെയ്റ്റ് വരുന്നത്. പെർഫോമൻസിലേക്ക് വരുമ്പോൾ 12T എന്ന മോഡലിൽ മീഡിയ ടെക്കിൻ്റെ ഡിമെൻസിറ്റി 8100 അൾട്ര എന്ന ചിപ്സെറ്റാണ് വരുന്നത്. മാലി G610 MC6 ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്ന GPU. അതുപോലെ തന്നെ പ്രോ മോഡലിൽ ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 8+ ജനറേഷൻ 1 ചിപ്സെറ്റാണ്. അഡ്രീനോ 730 ആണ് GPU. രണ്ട് സ്മാർട്ട് ഫോണുകളും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 12 ബേസ് ചെയ്തിട്ടുള്ള ഷോമിയുടെ MIUI 13 വരുന്നത്. വേരിയൻസിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് 12T എന്ന മോഡൽ 8GB 128, 8GB 256GB വേരിയൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രോ മോഡലിലേക്ക് വരുന്ന സമയത്ത് 12GB റാം ആൻഡ് 256GB വേരിയൻറ്റ് കൂടി വരുന്നുണ്ട്. രണ്ട് ഡിവൈസുകളിലും UFS 3.1 സ്റ്റോറേജ് ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കാം. 12T എന്ന മോഡലിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പ്രൈമറി 108 മെഗാ പിക്സലാണ്, f1.7 അപ്പർച്ചർ. സെക്കൻഡറി 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആൻഡ് മൂന്നാമതായി 2 മെഗാ പിക്സൽ മാക്രോ ലെൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. 4K വീഡിയോസ് ആണ് 12T എന്ന ഡിവൈസിൽ നമുക്ക് മാക്സിമം റെസൊല്യൂഷൻ വെച്ച് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. പ്രോ മോഡലിൽ വരുന്ന സമയത്ത് പ്രൈമറി ആയിട്ട് 200 മെഗാ പിക്സലിൻ്റെ സെൻസറാണ്, f1.7 അപ്പർച്ചർ. സെക്കൻഡറി 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആൻഡ് മൂന്നാമതായി 2 മെഗാ പിക്സൽ മാക്രോ. പ്രോ മോഡലിൽ നമുക്ക് 8K വീഡിയോസും അതുപോലെ തന്നെ 4K at 60 FPS ഷൂട്ട് ചെയ്യാൻ സാധിക്കും. രണ്ട് മോഡൽസിൻ്റെ ക്യാമറയിലും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് സൈഡിലേക്ക് വരുന്ന സമയത്ത് രണ്ട് സ്മാർട്ട് ഫോണുകളിലും 20 മെഗാ പിക്സലിൻ്റെ ഒരു സിംഗിൾ സെൽഫി ക്യാമറയാണ്, f2.2 ആണ് അപ്പർച്ചർ. ഡിസ്പ്ലേക്കകത്ത് സെൻട്രൽ പഞ്ച് ഹോൾ കട്ടിലാണ് രണ്ട് സ്മാർട്ട് ഫോണുകളിലും സെൽഫി ക്യാമറ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ബാറ്ററി സെഗ്മെൻറ്റിലേക്ക് വരുന്ന സമയത്തും രണ്ട് ഡിവൈസുകളിലും സെയിം ബാറ്ററി ആൻഡ് ചാർജിങ് സെറ്റപ്പാണ് വരുന്നത്. 5000 mAh ബാറ്ററി പ്ലസ് 120 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. അപ്പോൾ ഏകദേശം 19 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ്ലി 0 to 100% ചാർജ് ചെയ്യാമെന്നാണ് കമ്പനി പറയുന്നത്. കൂടാതെ ഒപ്റ്റിക്കലായിട്ടുള്ള അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും രണ്ട് ഡിവൈസുകളിലും വരുന്നുണ്ട്. ഹെഡ്ഫോൺ ജാക്ക് അവൈലബിൾ അല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഷോമിയുടെ 12T ആൻഡ് 12T Pro എന്നീ രണ്ട് ഡിവൈസുകളുടെയും സ്പെസിഫിക്കേഷൻസ്. പ്രൈസിങ്ങിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12T എന്ന മോഡൽ ബേസ് വേരിയൻറ്റ് വരുന്നത് 8GB 120GB ആണ്. ആ ഒരു വേരിയൻറ്റ് ഏകദേശം പ്രൈസ് വരുന്നത് €600 ആണ്. ഏകദേശം 49,000 രൂപക്കടുത്താണ് ഇന്ത്യയിൽ പ്രൈസ് വരുന്നത്. ഇനി പ്രോ മോഡലിലേക്ക് വരുന്ന സമയത്ത് ബേസ് വേരിയൻറ്റ് 8GB 120GB ഏകദേശം €750 ആണ് വരുന്നത്, ഏകദേശം 60,000 രൂപ. രണ്ട് ഡിവൈസുകളും കറൻ്റ്ലി ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഇന്ത്യയിലെ ലോഞ്ചിങ് ഡേറ്റിനെ കുറിച്ചോ മറ്റ് ഡീറ്റെയിൽസോ ഒന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഷോമിയുടെ 12T സീരീസിലെ സ്മാർട്ട് ഫോണുകളുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.